സോഷ്യൽ മീഡിയ ഒരിക്കലും ഉപയോഗിക്കരുത്. ഞെട്ടിയോ? ഞാനങ്ങോട്ട് ഇല്ലാണ്ടായി പോനെ. സോഷ്യൽ മീഡിയ ഉപയോഗിക്കണം, പക്ഷെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിലാണ്. ഇപ്പോഴത്തെ നിങ്ങളൊരു സെലിബ്രിറ്റി ഇതേപോലെ സോഷ്യൽ മീഡിയാസിൽ നിന്നൊക്കെ റെസ്ട്രെയിൻ ചെയ്ത് പോവാണ് എന്ന് പറഞ്ഞിട്ട് പോസ്റ്റിന് കാണാം. ഐശ്വര്യലക്ഷ്മി, ഇങ്ങനെ കുറേ സെലിബ്രിറ്റീസ് സോഷ്യൽ മീഡിയാസിൽ നിന്നും ഡിജിറ്റൽ മീഡിയാസിൽ നിന്നൊക്കെ റിസ്ട്രൈൻ ചെയ്ത് പോവാണ് എന്നുള്ള കുറേ പോസ്റ്റൊക്കെ ഇട്ട് അവരത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് നോൺ ആസ് ഡിജിറ്റൽ ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ ഡിജിറ്റൽ ഡീടോക്സ്. സോ ഈ ഡിജിറ്റൽ ഫാസ്റ്റിംഗ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ തന്നെ ഈ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിൽ നിന്നൊക്കെ കുറച്ച് സമയം റിസ്ട്രെയിൻ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ കുറച്ച് പീരീഡ് റിസ്ട്രെയിൻ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മളുടെ മെൻ്റൽ ഹെൽത്ത് ഒരു പീക്ക് സ്റ്റേജിലാണുള്ളത്. കാരണം അത്രക്കധികം നോട്ടിഫിക്കേഷൻ, മെസ്സേജസ്, റീൽസിലുള്ള കോണ്ടന്റ്, ഇങ്ങനെ ആയിട്ട് നമ്മുടെ ബ്രെയിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ ഫോക്കസ് ചെയ്യണം, എന്ത് ചെയ്യണം എന്ന് പറയാത്ത അവസ്ഥയിലെത്തിയിട്ടുണ്ടാവും. ഈ ഡിജിറ്റൽ ഫാസ്റ്റിംഗ് ചെയ്തുകൊണ്ട് എന്താണ് കിട്ടാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻലി നമുക്ക് ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. കാരണം നമുക്കിപ്പോൾ വളരെ ഫോക്കസ് കുറവായിട്ടാണ് കറൻ്റ്ലി പോയിക്കൊണ്ടിരിക്കുന്നത്. എസ്പെഷ്യലി ഇങ്ങനത്തെ ഷോർട്ട് ഫോം കോണ്ടന്റ് നമ്മൾ ബ്രെയിനിനെ ഫീഡ് ചെയ്ത് നമുക്ക് തീരെ ഇപ്പോൾ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യാനൊന്നും പറ്റുന്നില്ല. സോ നമ്മുടെ ഫോക്കസ് ഓഫ് വർക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ സ്ട്രെസ്, ആങ്സൈറ്റി ഒക്കെ വളരെയധികം കുറയ്ക്കാൻ പറ്റും. നമുക്ക് നമ്മൾ പണ്ട് ചെയ്തിരുന്ന കുറേ ഹോബീസ്, ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ നമ്മളൊരു പാഷനേറ്റ് ചെയ്ത് ചെയ്തിരുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. അതൊക്കെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും നമ്മളെ ലൈഫിൽ. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഫിസിക്കൽ ഹെൽത്തിന് നമുക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിന് കുറച്ചും കൂടി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇനി ക്രിയേറ്റീവ് പീപ്പിൾസ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ക്രിയേറ്റിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും ഈ ഒരു ഡിജിറ്റൽ ഡീടോക്സ് വളരെയധികം ഹെൽപ്ഫുൾ ആവും. നമുക്കിനി റിയൽ വേൾഡിൽ നിന്ന് കുറച്ച് റിയൽ വേൾഡിലോട്ട് പോകാം.